സിപിഎമ്മിനുള്ളിലെ കടുത്ത വിഭാഗീയതയെ തുടർന്ന് കൊല്ലത്തെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. കരുനാഗപ്പള്ളിയിൽ പാർട്ടിയെ നയിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും 7-അംഗ അഡ്വോക് കമ്മിറ്റിയെ പാർട്ടി ചുമതലപ്പെടുത്തി. വിഭാഗീയത മൂർധന്യാവസ്ഥയിലെത്തിയ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ ലോക്കൽ സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ ശുദ്ധീകരണ നടപടി. വിഭാഗീയത അവസാനിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറി തന്നെ പലതവണ നേരിട്ടിടപെട്ടിട്ടും പ്രശ്നങ്ങൾ കൂടുതൽ വഷളായതല്ലാതെ പരിഹരിക്കപ്പെട്ടില്ല. കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന നേതാക്കളായ സോമപ്രസാദിനെയും കെ രാജഗോപാലിനെയും പൂട്ടിയിടുന്ന സാഹചര്യം വരെ കാര്യങ്ങളെത്തി. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ കരുനാഗപ്പള്ളിയിലെ ഒരു വിഭാഗം പാർട്ടി നേതാക്കളും പ്രവർത്തകരും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും കൂടി ചെയ്തതോടെയാണ് ശനിയാഴ്ച തന്നെ അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടറി തന്നെ വിളിച്ചു ചേർത്തത്. കരുനാഗപ്പള്ളിയിലേത് തെറ്റായ പ്രവണതയാണെന്നും എന്നാൽ അത് ജില്ലയിലുടനീളമുള്ള പ്രശ്നമല്ലെന്നും എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ കൺവീനറായ അഡ്വോക് കമ്മിറ്റി കരുനാഗപ്പള്ളിയിൽ പാർട്ടിയെ നയിക്കുമെന്നും പ്രശ്നങ്ങൾ കമ്മിറ്റി പരിഹരിക്കുമെന്നും എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കി. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ചുപൊറിപ്പിക്കുകയും ചെയ്തു. അഡ്വോക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടി സഖാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിനടിസ്ഥാനപ്പെടുത്തി ഇനി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകും. തെറ്റായ എല്ലാ പ്രവണതയെയും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. SR അരുൺ ബാബു, SL സജികുമാർ, B സത്യദേവൻ, സന്തോഷ്, G മുരളീധരൻ, ഇക്ബാൽ തുടങ്ങിയവരാണ് അഡ്വോക് കമ്മിറ്റിയിലെ അംഗങ്ങൾ. അതേസമയം പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയുണ്ടാകുമോ എന്ന കാര്യത്തിൽ പ്രതികരിക്കാൻ സംസ്ഥാന സെക്രട്ടറി തയ്യാറായില്ല. അമൃത ന്യൂസ്, കൊല്ലം.